വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആണ്. ഇപ്പം ടൈം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു സൺഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാമെന്ന് ഓർത്തു. നോർമലി എനിക്ക് ഇന്ന് ഹോളിഡേ ആണ്, പക്ഷെ സൺഡേ ഞാൻ ഏറ്റവും ബിസി ഉള്ള ഡേ ആണ് സൺഡേ എന്ന് പറഞ്ഞാൽ. എനിക്ക് റെസ്റ്റ് ഇല്ല ആക്ച്വലി. ഇപ്പോൾ ഞാനുള്ളത് തൊടുപുഴയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും അച്ഛനും ഇന്നലെ തൊടുപുഴയ്ക്ക് വന്നു. ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ തൊടുപുഴയ്ക്ക് വന്നു. ഒരു 9 o'clock ഒക്കെ ആയി ഞങ്ങൾ ഇന്നലെ എത്തി. ഇപ്പം പക്ഷെ എത്തുന്ന വഴി ഞങ്ങൾ കേൾക്കുന്നത് കുറച്ച് വിഷമമുള്ളൊരു ന്യൂസാണ്. എൻ്റെ പൂച്ച ഉണ്ടായിരുന്നു കിങ്ങിണി, അവള് പോയി. ഞങ്ങൾക്കത് കുറച്ച് വിഷമമുള്ളൊരു ഡേ ആയിരുന്നു. ഇന്നലെ നൈറ്റ് ഫുള്ള് അതിൻ്റെ നല്ല വിഷമത്തിലായിരുന്നു. പിന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടന്നു. ഇന്നിപ്പം മോർണിംഗ് മുതൽ നല്ല ബിസി ആയിരിക്കും. അങ്ങനെയാണ് നോർമലി എൻ്റെ സാറ്റർഡേ സൺഡേസ് അങ്ങനെയാണ്. എല്ലാ വീക്കെൻഡ്സും ഞാൻ തൊടുപുഴയ്ക്ക് വരാറുണ്ട്. കാരണം എനിക്ക് ഇവിടെ ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ്സസ് ഉണ്ട്, കുട്ടികൾ പഠിക്കാനായിട്ട് വരും. സോ ഇപ്പം ആദ്യം ഞാൻ പോയി ഒന്ന് കുളിച്ച് ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോകും. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്ലാസ് ഒക്കെ വരുന്നത്. ശ്രീഹരിയുടെ മേത്തേക്ക് ഇങ്ങനെ കയ്യിലൊക്കെ വയ്ക്കും. അത് കൈ വെച്ച് കയറണം ഉണ്ടാവണം. അവിടെ ഇരിക്കും. ഇവിടെ അങ്ങനെ ഇരിക്കൊന്നുമില്ല. അവിടെ കാലിലൊക്കെ കിടന്ന് ഇങ്ങനെ കാണിക്കുകയില്ല. ലാസ്റ്റ് വന്നപ്പോഴേ ഞാൻ അടുക്കള വന്ന് ആദ്യം ചെയ്തു കിങ്ങിനീന്ന് വിളിച്ചപ്പോ ആദ്യം എന്റെ അടുത്തേക്ക് വന്നു. എന്തെങ്കിലും ഞാൻ സോഫയിൽ വന്നിരിക്കുമ്പോ അവന്റെ കൂടെ വന്നതായി കാണുന്നത്. ഇവിടുന്ന് അവിടെ വന്ന് ഇരുന്നപ്പോഴത്തേക്കും നമ്മള് റെഡിയായി ഇറങ്ങി അമ്പലത്തിലേക്ക് പോവാണ്. ഞാനും അച്ഛനും ശ്രീഹരിയാണ് ഉള്ളത്. പാർക്കിൽ പോണാട്ടോ. ശ്രീഹരി എന്റെ അനിയനാട്ടോ. അത്യാവശ്യം മുന്നത്തെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഞാനും ശ്രീഹരിയും കൂടിയാണ്. യൂട്യൂബ് ചാനൽ ഉണ്ട്. അതെ, എന്റെ പേര് ഷെഫ് ആർട്സ് കിച്ചൺ. അപ്പൊ എല്ലാരും സബ് ചെയ്യാം. ഷെഫാണ് ഗൈസ്, വലിയ ഷെഫാണ്. കുക്കിംഗ് ഒക്കെയാണ് അതിനകത്തെ മെയിൻ പരിപാടികൾ. ഇപ്പോഴത്തെ മെയിൻ പരിപാടി കുക്കിംഗ് ആണ്. അപ്പൊ ഷെഫ് ആർട്സ് കിച്ചൺ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് എല്ലാവരും ഒന്ന് സഹകരിച്ചേരട്ടെ, സബ്സ്ക്രൈബ് ചെയ്തേരെ. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോവാം. വത്സരങ്ങളും കൊണ്ട് താപബാണങ്ങളോടും എത്രയും വേദത്തോടും നമ്മൾ തൊഴുത് ഇറങ്ങി. നമ്മൾ ഇന്ന് അയ്യപ്പന്റെ അമ്പലത്തിലാട്ടോ വന്നത്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള മുല്ലക്കൽ അയ്യപ്പന്റെ അമ്പലത്തിലാണ് വന്നത്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലാണെങ്കിൽ ഫുൾ തിരക്കാണ്. ക്ലാസ്സസ് ആയി, അതായി ഇതായി ഭയങ്കര തിരക്കാണ്. വീട്ടിൽ ചെന്ന് സോ നമ്മളിപ്പോ വീട്ടിലെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. ഒരാൾ വന്ന നോക്കി, ഇങ്ങോട്ട് നോക്കി, അമ്പലത്തിൽ പോയിട്ട് വന്നാണ് കാണുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. ചൂടല്ലേ ഗൈസ്, ചൂടല്ലേ? കഴിക്കണ്ട എന്തേലും കഴിക്കാൻ. ഇടിയപ്പം, ബീഫ്. ഇന്നലെ ബീഫായിരുന്നു. അപ്പം ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കി. സാധാരണ ഇവിടെ സൺഡേസിൽ ഞാൻ വരുമ്പം ഇഡ്ഡലി സാമ്പാർ വയ്ക്കും. എപ്പോഴും ഇഡ്ഡലി സാമ്പാർ വയ്ക്കും. ഇന്ന് വെറൈറ്റിയാണ്, ഇടിയപ്പം ബീഫ്. പെട്ടെന്ന് കഴിച്ച് ഇനി പെട്ടെന്ന് ധൃതി പിടിച്ചെല്ലാം ചെയ്യാനുള്ള സമയം ഇനി നമുക്ക് ഉള്ളി. രണ്ടെണ്ണം മതിയോ? ക്ലാസ്സിലേക്ക് ഇറങ്ങാം കേട്ടോ. ഇപ്പൊ മുതല് നമ്മള് ഈ മുഴുവൻ തിരക്കായി. ഇപ്പൊ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വരും. ഞാൻ ഫുള്ള് വേർതിരിക്കുകയാണ് ഗൈസ്. അപ്പം അത് കുറച്ച് ഡാൻസ് നോക്കുമായിരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഇവളാട്ടോ ആദ്യം വന്നത്. നിവേദിത എന്ന പേര്. പാടിക്ക ഇങ്ങനെ കണ്ണു തുറന്ന് പാടിക്കാൻ.
ലിറിക്സ് അറിയില്ലാന്ന് ഓർത്തിട്ട് പ്രശ്നമൊന്നുമില്ല. അത് വായിട്ട് അയക്കണം. ABCD പറഞ്ഞോണ്ടിരുന്നാലും മതി അതെ അതെ, അവർക്കറിയാമോ നമ്മളെന്താ പറയണത് കേട്ടാ. ഈ പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്ന സാധനങ്ങള് അത് ഒഴിവാക്കി ഒതുക്കണം. അത് ജസ്റ്റ് അത് ഒതുക്കിയാ മതി. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി അഭിനയിച്ചോ. ഇങ്ങോട്ട് പോവാ, ഇവിടെ അളവുണ്ട്. ഈ രണ്ട് കല്ലും തമ്മിൽ ചേർന്നിരിക്കണേ. ഒത്തിരിക്കൊക്കെ മാർക്കുള്ളതാണ്. ഞങ്ങളിപ്പോ കളിച്ചോളാം, വന്നാ മതി. നീ ഇന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് ചേച്ചി കളിച്ച വീഡിയോ ഉണ്ടല്ലോ, അത് നോക്കി നന്നായിട്ട് കളിച്ചെടുക്കും. കളിക്കാൻ പറ്റും കേട്ടോ. ഒരു കുഴപ്പമില്ല, ഇവിടെ കളിക്കുന്നുണ്ട്. എടി ഫസ്റ്റ് പാട്ടൊക്കെ നീ നന്നായിട്ട് കളിച്ചു. ഇനി അഭിനയം പാട്ട് വെച്ച് നിർത്താതെ കളിച്ചില്ലേ? അങ്ങനെയാ. പിന്നെ ആദ്യമായിട്ട് എന്റെ കൊച്ചുകുടി കളിക്കണേ. അതെ, അങ്ങനെ അതിന്റെ സ്റ്റൈലൊക്കെ എന്തെങ്കിലും വരുന്നല്ലേ ഉള്ളൂ കേട്ടോ. അഭിനയിച്ചെടുത്തോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ഡാൻസിനകത്തൊക്കെ ഉണ്ടായിരുന്നില്ല അഭിനയം. മറ്റേ രാമന്റെ വർണ്ണമൊക്കെ പഠിച്ചപ്പോ ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ നിൽക്കണം. എന്നിട്ട് ഇപ്പുറത്തേക്കായി എന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പുറത്തേക്ക് ചെയ്തേ. എന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് ഒന്നടി അങ്ങനെ നിക്കണം, ഇങ്ങനെ നിക്കണം. കണ്ടോ? ഇവിടെ വന്നിട്ട് അവിടെ നോക്കണം. അതായത് നീ ഇവിടെ നോക്കണം, ആ കോണിലാണ് നോക്കുന്നത്. പിന്നെ ബോഡി വളയ ഇങ്ങനെ, ബോഡി വളഞ്ഞ് വളഞ്ഞു തലയാട്ട, അവിടെ തലയാട്ടം. കണ്ടേ ഘനമികളേ ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പോ ഡാൻസ് ക്ലാസ് കഴിഞ്ഞില്ല. ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഓടി വന്നത്. എനിക്ക് മിറായില വന്നേക്കണത് ബ്രൈഡൽ സ്റ്റുഡിയോ ആണ്. ഞാൻ എപ്പോഴും എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പരിപാടി എനിക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് ഞാൻ ഓടി വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ കയറണം. കഴിഞ്ഞു. ഒന്ന് പുരുകൻ ത്രെഡ് ചെയ്യാൻ പോയതാ. സുന്ദരിയായി. ആണോ? താങ്ക് യു. നമ്മളിങ്ങനെ കുറച്ചൊന്ന് ഇരുന്ന് 1 2 3 4 ചവിട്ട് 1 2 3 നമ്മൾ ഭരണത്തിന് പോലെ ഇങ്ങനത്തെ ചവിട്ടില്ല. ഭരണായിട്ട് ഇങ്ങനെ പയ്യെ ചേർത്ത് 1 2 3 4 1 2 3 4 കാണുന്നുണ്ടോ? 3 അതെയല്ല സെയിം കുറച്ച് മുന്നോട്ടേക്ക് റൈറ്റിലേക്ക് തന്നെയാ. റൈറ്റിലല്ലേ കൈ ഇരിക്കണം, അപ്പൊ റൈറ്റിലേക്ക് തന്നെ പറയാം. തജം തജം
ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് പാക്കും ഹെയർ പാക്കും ഇട്ടിട്ടിരിക്കുക. ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡും കഴിച്ച് കുറച്ച് നേരം ടൈം കിട്ടിയപ്പം ഒന്ന് ഗ്രാനിയുടെ ഫസ്റ്റ് എപ്പിസോഡാ സീരീസ് ആണ്. ഷോർട്ട് ഫിലിമാ കഴിഞ്ഞോ? അത് ഉള്ളൂ. അപ്പൊ ഷോർട്ട് ഫിലിം കണ്ട് ഇപ്പൊ കഴിഞ്ഞു. പെട്ടെന്ന് കഴുകിയിട്ട് റെഡിയായി പോവാനുള്ള ടൈമേ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് കഴുകിയിട്ട് വരാം. ഹായ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് റെഡി ആവുക ചെയ്തത്. തലയും മുഖം ഒക്കെ കഴുകി. ഇനിയിപ്പം കോലഞ്ചേരിയിൽ 3:30 ആകുമ്പോഴാണ് ക്ലാസ്. ഇവിടെ നിന്ന് സ്പീഡിൽ ഇറങ്ങിയാലാണ് നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് ഉറപ്പിച്ച് വിട്ടാലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. റെഡിയായി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം ഇനിയിപ്പോൾ കോലഞ്ചേരിയിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ 3:30 ആയി. ഞാൻ കറക്റ്റ് ഡാൻസ് ക്ലാസ്സിലെത്തി. ഓടിപ്പാൻ ഞങ്ങൾ വരുവാണിത്. ഇനിയിപ്പം ക്ലാസ് 5 മണിയാകുമ്പോഴത്തേക്കും കഴിയും. 5 മണിയാകുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് നേരെ ഇടും. വീട്ടിലൊരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി ഒരു സർപ്രൈസ് വീട്ടിലുണ്ടെന്ന്. ആ സർപ്രൈസ് എന്നെ തേടി വന്നു ഗൈസ്. നോക്ക്, ഇതാരും ഈ സർപ്രൈസ് നമ്മുടെ സ്വന്തം അളിയൻ. ഓക്കെ അളിയൻ അളിയന്റെ നിക് നെയിം ആട്ടോ. ഓക്കെ അളിയൻ. ആരാ അളിയൻ പേരിട്ട് ഓക്കെ അളിയെന്ന്? ഓക്കെ വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രതീക്ഷപ്പെടുന്നതായതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഒരു നിക് നെയിം കിട്ടിയത് അല്ലേ? എല്ലാരും ഉണ്ട്. എല്ലാരും കൂടി ഒരുമിച്ചാണ് എന്നെ കാണാനായിട്ട് വന്നത്, എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നത് ഒരുമിച്ച്. അപ്പൊ ഇനി മുതൽ ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും നമ്മുടെ സ്വന്തം അളിയനും കൂടെ തന്നെ ഉണ്ടാവും. സ്വന്തം അളിയൻ, നമ്മുടെ നാത്തൂൻ, നമ്മുടെ ചിന്നു, എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് പിന്നെ ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഫ്രണ്ടിലേക്കുള്ളത്. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8. അതെടുത്തു. അപ്പൊ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പം അടുത്ത പരിപാടിക്ക് പോവാണ്. ഒരു കൊച്ചിന് ക്ലാസ് എടുക്കാനുണ്ട്, അപ്പുറത്തെ വീട്ടിലാണ്. അപ്പം അതിന് പോയി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് ഞാൻ ഫ്രീ ആവത്തുള്ളൂ. എന്നെ ഇവരാണ് കൊണ്ടുപോകുന്നത്. കളിക്ക് പറക്കണം. ഒന്ന് കളിച്ചെന്നടി. കളറാവട്ടെ ചിരി ചിരി ചിരി, ഇങ്ങനെ ചിരി ചിരി, അങ്ങനെ ഒറ്റ കൈ വെച്ച് ചിരി 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 ചിരിക്കണ ചുണ്ടി 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 പവറാവട്ടെ മുല്ലേ 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 മുല്ലേ. എങ്ങനെയാ ഫ്രണ്ടിലേക്ക് ചാടിക്കയറി വരണ്ടേ? മുല്ലേ 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 അതിൻ്റെ നില്ലേ 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 വിളമ്പാനായി ഇല നിരത്തണ എന്നിട്ട് ബാക്കിലേക്ക് ഓടിപ്പോണം. എന്നിട്ട് കറങ്ങണം. ഏത് മൂഡ്? ഏത് മൂഡ്? അത്തം മൂഡ്. ഏത് മൂഡ്? പൂക്കളം മൂഡ്. പൂക്കളം മൂഡ്. ഏത് മൂഡ്? മുണ്ട് മൂഡ്. മുണ്ട് മൂഡ്. ഇങ്ങനെ കാണിക്ക കൈ. ആ ഏത് മൂഡ്? സാരി മൂഡ്. ഏത് മൂഡ്? സദ്യ മൂഡ്. ഫുഡ് കഴിക്കണ പോലെ. ഏത് മൂഡ്? പായസം മൂഡ്. ആ പായസം മൂഡ്. ഏത് മൂഡ്? പപ്പട മൂഡ്. പപ്പട മൂഡ്. ഏത് മൂഡ്? ഓണം മൂഡ്. ഇടുക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇനി വേണം പോയി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് കിടന്ന് ഉറങ്ങാനായിട്ട്. നമ്മളിപ്പോ എവിടെയാ വന്നേക്കുന്നത് ഗൈസ്? ലോഡഡ് ഫ്രൈസ് വാങ്ങിക്കാം. ലോഡഡ് ഫ്രൈസ് വാങ്ങിക്കാം. ആരെയും കാണുന്നുണ്ടോ? ആർക്ക് വേണ്ടി? അവക്ക് വേണ്ടി.
എന്റെ കെട്ടിയനോട് ലോഡർ ഫ്രൈസ് വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കുറെ നേരമായി കേസ് നിൽക്കുന്നു. പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി ലോഡഡ് ഫ്രൈസ്. ഭയങ്കര ക്വാണ്ടിറ്റി, ഭയങ്കര ക്രീമി, ഭയങ്കര റിച്ച് ആണ്. ഞങ്ങൾ ഓൾറെഡി ഇവിടെ നിന്ന് മിക്കവാറും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. സോ അവരുടെ ഷവർമ്മ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, സൂപ്പർ ആണ്. സെയിം ലോഡർ ഫ്രൈസിന്റെ ഫീലിംഗ്സ്. സാധനം സാധനം റെഡി തുടങ്ങി തുടങ്ങി. അംഗം കാണിച്ചു കൊടുത്തേ. ഭയങ്കര, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്രീമിയാ, ഭയങ്കര റിച്ചാ, ചിക്കൻ ലോഡർ ഫ്രൈസ്. ഗിഫ്റ്റോ? ഇതാ താങ്ക് യു. ഫ്രം ഖത്തർ. അപ്പൊ അൺബോക്സിംഗ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അടിപൊളിയായിരുന്നു. നല്ല കളറും ഫേസിൽ ഭയങ്കര ഭംഗി. വിക്ടർ ടിവി. നൈസല്ലേ? അടിപൊളി. നന്നായിട്ടുണ്ട്. ഇതൊന്നും എടുത്തരോ? അപ്പൊ ഇത് പഴയതല്ലേ? അത് നമ്മുടെ ഒരു ഫോട്ടോ എടുത്താ മതിയേ. അയ്യോ ശരിയാവണ്ടെന്ന് വെച്ചാ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ടൈറ്റ് അറിയാൻ പറഞ്ഞ അത് വെച്ച് നോക്കിയേ. പനിവേദനമോ പനിനീരാകും ഇനി കണ്ണിൽ കണിമലരാകും പരിവേദനമോ പനിനീരാകും ആരുമില്ലെങ്കിലും ആരുമില്ലെങ്കിലും ദിവസം ജ്ഞാനം ഗമനം ജ്ഞാനം യവനം ജ്ഞാനം ലവനം ജ്ഞാനം ഗമനം ജ്ഞാനം യവനം മുഖരിതമേ മൗനം ഇപ്പൊ സമയം എത്രയെന്നറിയോ? നമ്മളെല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. അലീൻ ഇവിടെ വന്നേക്കണ കാരണം നമ്മള് സമയം ശരിക്കും ഇപ്പൊ രാത്രി 2 മണിയായി. ഞായറാഴ്ച, സൺഡേ മാറി, ഇപ്പൊ മൺഡേ ആയി, രാത്രി 2 മണിയായി. ടൈം പോലെ ജോലിക്ക്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുകയാണ്. നാളെ നാളെ ലീവ് എടുത്താണെന്ന് വിചാരിച്ചു, പക്ഷെ എന്നാലും ഈ മന്തിന്റെ ആയോണ്ട് അല്ലേ, എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല. സോ പക്ഷെ എന്നാലും അതെ, അടുത്ത മാസം വേറെ ലീവുകൾ വരുന്നോണ്ട് മാത്രം ലീവ് എടുക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കാണ്. ഞങ്ങളുടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും പോയി കിടക്കും. എന്തായാലും നാളെ പോവാതിരിക്കാനും പറ്റില്ല, എല്ലാവർക്കും തന്നെ പോണം. എനിക്ക് പോണം. വേൾഡ് കപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ശീലമായിരിക്കണ സമയം. വേൾഡ് കപ്പ് ഉള്ളതുകൊണ്ടേ അതുകൊണ്ട് ആ ഒരു ശീലമുണ്ട്. ഇപ്പൊ 2 മണി 3 മണി ആകുമ്പോ കിടക്കണേ. ഞങ്ങള് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാരും പോയി കിടക്കും.
Yes, we are going to wind up. to wind up our Sunday in my life മാറിയിട്ട് ഒരു One day one day in our life. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരെ ഇപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം ശരി, ഗുഡ് നൈറ്റ്. Good night. Right.